ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് വെട്ടിച്ചുരുക്കിയ നടപടിക്കെതിരെ ഒബ്ജക്ഷൻ പറഞ്ഞു. അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഇപ്പം പറഞ്ഞു. UDFന്റെ പ്രതിഷേധം ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ലീഗിന്റെ തലത്തിൽ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം UDF ശക്തമായി UDF എന്നാലും ഒറ്റക്കെട്ടായി ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മലയോര യാത്രയുടെ ഇടയിൽ തന്നെ ഞങ്ങളെല്ലാവരും അതിൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ആ മേഖലയിലെ പ്രശ്നങ്ങൾ പറയുന്നതോടൊപ്പം ഈ സമീപ ദിവസങ്ങളിലുണ്ടായ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന ആപത്തും ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമസഭയിൽ വീണ്ടും ഈ വിഷയം സജീവമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇപ്പോൾ MK മുനീറിലൂടെ പറഞ്ഞതോടൊപ്പം ഞങ്ങൾ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കണം. കാർഷിക മേഖല പരിപൂർണമായിട്ട് ഈ ബഡ്ജറ്റിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയതായിട്ട് കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ അടിസ്ഥാന മേഖലകളിൽ ഒന്നാണ് കൃഷി. കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു ജനജീവിതമാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ തന്നെ ഒരു അടിത്തറയായിട്ടുള്ളത്. അതിനെ സംരക്ഷിക്കാൻ വലിയ വിലത്തകർച്ച മൂലം കൃഷിക്കാർ പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയുടെ വലിയ തകർച്ച, ജപ്തി നടപടികൾ മൂലം ആളുകൾ ഭയങ്കരമായി തകർന്നിരിക്കുന്ന സാഹചര്യം, ലോണുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തിയിലേക്ക് പോകുന്നു, കർഷക ആത്മഹത്യ, ഇതൊക്കെ സ്റ്റേറ്റിൽ നിത്യസംഭവമായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യത്തിൽ കർഷകർക്ക് വലിയ ആശ്വാസവും സംരക്ഷണം കൊടുക്കുന്ന ഒരു നടപടി ഈ ബഡ്ജറ്റിലൂടെ എല്ലാവരും പ്രതീക്ഷിച്ചാണ്. ഗവൺമെന്റ് പറഞ്ഞ വാഗ്ദാനം പോലും പാലിച്ചിട്ടില്ല. ഇപ്പൊ റബ്ബർ കർഷകരുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ LDFന്റെ വാഗ്ദാനം എത്രയാണ്? LDF അധികാരത്തിൽ വന്നാൽ റബ്ബർ വിലസ്ഥിരതാ ഫണ്ട് 250 രൂപയാക്കി മാറ്റും എന്നാണ് LDF നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുള്ളത്. 250. ഞങ്ങൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന 300 രൂപയെങ്കിലും കിട്ടണം. കാരണം റബ്ബർ കൃഷിക്കാരുടെ അവരുടെ മുതൽ മുടക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ 300 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ വെട്ടുകാരന് കൊടുക്കാനും റബ്ബർ പരിപാലിച്ചു പോകാനും കഴിയുള്ളൂ. ആളുകൾ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് മറ്റ് കൃഷിയിലേക്ക് പോവുകയാണ്. റബ്ബർ കൃഷി സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് 300 രൂപയാണ് റബ്ബർ കർഷകർ ആവശ്യപ്പെടുന്നത്. പക്ഷേ LDF ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, ആ 250 രൂപയുടെ വാഗ്ദാനം പോലും ഇപ്പോൾ 9 വർഷം ഭരണത്തിൽ ഇരുന്നിട്ടും അവർക്ക് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അതിന് പകരം റബ്ബർ കർഷകരെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു, ഇന്ന് ഓപ്പൺ മാർക്കറ്റിൽ റബ്ബറിന്റെ വില കൃഷിക്കാരൻ കൊണ്ട് നേരിട്ട് കൊടുത്താൽ 208 രൂപ കിട്ടും. 208, 210 രൂപ കിട്ടും. ആ സ്ഥാനത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു 10 രൂപ കൂട്ടിയെന്ന് പറഞ്ഞു വെറുതെ കളിയാക്കുമായിരുന്നു. ആ 10 രൂപ ആർക്കും വേണ്ടി വന്നിട്ടില്ല, ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ വീണ്ടും ഒരു 10 രൂപ കൂട്ടിയിരിക്കുകയാണ്. ആ 10 രൂപ കൂട്ടിയതിന്റെ പ്രയോജനം ആർക്കും കിട്ടാനാണ്? ആർക്കും ഒരു പ്രയോജനം കിട്ടാനില്ല. 180 വരെ വരുന്നുള്ളൂ. വണ്ടിയുടെ പുറകെ ഓടുന്ന വിലയാണ്. 180 കൊണ്ട് ഇവർ വരുമ്പം 208 രൂപ കൃഷിക്കാരനെ ഈ സർക്കാരിനെ ഒന്ന് നോക്കി നിന്ന് ബില്ല് അപ്ലോഡ് ചെയ്ത് റബ്ബർ ബോർഡിൽ കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് അതിനുള്ള ഓട്ടോറിക്ഷക്കാരും കൂടെ കൊടുത്തു വരുമ്പം ഈ പിന്നെ ബാക്കി ആവശ്യം കൂടെ കയ്യിൽ നിന്ന് പോകും. ഇത് ഒരു പ്രശ്നമില്ലാതെ നേരിട്ടുകൂടി കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ 208 കിട്ടും. അതുകൊണ്ട് LDF എന്തെങ്കിലും കൃഷിക്കാരുടെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ റബ്ബറിന് അവർ പറഞ്ഞ വാഗ്ദാനം 250 കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനമെങ്കിലും ഈ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് മുമ്പ് തിരുത്തിപ്പറയാനുള്ള ആത്മാർത്ഥത, അതിനുള്ളൊരു നടപടി LDF ചെയ്യണം. നെൽകർഷകന്റെ കാര്യം പറഞ്ഞു, സപ്ലൈകോയുടെ കാര്യം പ്രതിപക്ഷ പറഞ്ഞു. അടുത്ത കൃഷി ചെയ്യേണ്ട സമയമാണ്. ഇരുട്ടിൽ തപ്പുവാണ്. എങ്ങനെ ഇത് സപ്ലൈകോടെ കടന്നു തരാൻ പോയിട്ട് കൃഷിക്കാരന് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് കാർഷിക മേഖലയെ പൂർണ്ണമായിട്ട് അവഗണിച്ചു എന്നുള്ളതിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്.